നമ്മുടെ ചെറിയൊരു കടവുണ്ട്. ആ കടവിൽ പോയിട്ട് നമുക്ക് വെള്ളം എടുക്കാം. സെറ്റ് 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 അടുത്തത് 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 അടിച്ച് മോനെ, അടിച്ച് മോനെ. അതേ അടുത്തതേ പരല് 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 പൂവാലി പരല് പരല് ചാടി മോനെ. അടുത്ത ചാടി വലിപ്പമുള്ളതാണ്. അതെ അടിപൊളി. ഇതേ അടി നമ്മളവിടെ തീറ്റ കൊടുക്കാനുള്ളത് നടക്കാൻ പോട്ടെ. കരിമീൻ്റെ സ്പെഷ്യൽ തീറ്റ. ഈ തീരുണ്ടെങ്കിൽ കരിമീൻ എപ്പോൾ വേണമെങ്കിലും കിട്ടും, ഒരു കുഴപ്പമില്ല. അതെ ഒരു വാഴയില വെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ചേട്ടനാണ്. നമ്മൾ മൈക്കിടാൻ പോണ്. അത് മതിയാവടോ. അടുത്ത മഞ്ഞൾ പൊടിയാണ്. മൈദ മഞ്ഞൾ പൊടി നല്ലപോലെ മിക്സ് ചെയ്യണം. ഇതിപ്പോൾ ലോക്കല് തീറ്റയാണ് ഇപ്പോൾ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് നല്ല സ്പെഷ്യലായിട്ടുള്ള സാധനം വരുന്നുണ്ട്. എന്നിട്ട് ആ പരല് കയറി നല്ലപോലെ കൊത്തും. പരല് കയറി കിട്ടും. പരല് ചിലപ്പോൾ കരിമീനും കൊത്തും ചാൻസ് ഉണ്ട്. എന്തായാലും നമ്മൾ നോക്കണം പരലാണ് നോക്കണത്. നമ്മളെ പരല് നമ്മൾ നോക്കാം. ഇപ്പോൾ ഒരു സാധനം വരും. ഇപ്പോൾ പഞ്ചസാര. അപ്പം ഞാനിത് ഈ ചിരട്ടക്കകത്ത് വെള്ളം എടുക്കണം. നോക്കിയിട്ട് വരാം. നമ്മുടെ ചെറിയൊരു കടവുണ്ട്. ആ കടവിൽ പോയിട്ട് നമുക്ക് വെള്ളം എടുക്കാം. ഇത്രയും വെള്ളം മതി ഇതിൻ്റെ അകത്ത്. നമ്മുടെ ചൂള തന്നെയുള്ള ചിരട്ടയൊക്കെ തന്നെയാണ് ഉള്ളത്. എൻ്റെ പൊന്നെ. ഓക്കെ, നേരെ തീറ്റ കൂട്ടുന്നിടത്തോട്ട് പോയിക്കൊണ്ടിരിക്കും. നോടാ ഡയറക്റ്റ് പഞ്ചസാര നമ്മളെടുത്ത വെള്ളത്തിലേക്ക് ഇടുവാണ് കേട്ടോ. പഞ്ചസാര കുടിനും കുഴപ്പമൊന്നുമില്ല, പരല് കിട്ടും. നമ്മളിത് 10-25 ഗ്രാം അടുത്ത് പറയാം പഞ്ചസാര ഉണ്ട്. വെള്ളത്തിൽ കിടക്കുകയാണ്. നല്ലപോലെ മിക്സ് ചെയ്ത് വെള്ളമാക്കണം. നല്ലപോലെ ലൂസാക്കണം. അത് ഉപ്പ് പോലെ പഞ്ചസാര എന്തായാലും ഇതാകത്തില്ല. അതുകൊണ്ട് നല്ലപോലെ ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മൾ ഒഴിക്കാൻ പോവാണ്. നമ്മുടെ മൈദയിലേക്കും മഞ്ഞപ്പൊടിയിലേക്കും നമ്മൾ മിക്സ് ചെയ്ത പഞ്ചസാര ഒഴിക്കാൻ പോവാണ്. സാധാരണ നമ്മൾ വീട്ടിൽ നിന്ന് മിക്സിയിൽ അടിച്ചിട്ടാണ് കൊണ്ടുവരാറുള്ളത്. അപ്പം പെട്ടെന്ന് തന്നെ കിട്ടും. അത്യാവശ്യം നമ്മളിപ്പോൾ പോകുന്ന സമയത്തേക്ക് കയ്യിൽ തന്നെ കുഴച്ചെടുക്കുകയാണ് ചെയ്തത്. അത്യാവശ്യം മഞ്ഞക്കൾ കുറവാണ് അവിടെ കാണാം. കുറവല്ലേ? മഞ്ഞക്കള ശകലം കുറവാണ് ഇതിനകത്ത്. കളറുണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് മീൻ കൂടുതൽ ആകർഷിക്കത്തുള്ളൂ അതിനകത്ത്. പിന്നെ ടേസ്റ്റാണ് നമ്മൾ പഞ്ചസാരയുടെ ഉപയോഗിക്കുന്നത്. പഞ്ചസാര ഉപയോഗിക്കുന്നത് വെച്ചാൽ വേറെ ഒന്നുമല്ല, പരല് നല്ലപോലെ കയറി അടിക്കും. പരല്, കൊറുവ, പുല്ലൻ സാധനങ്ങൾ കയറി പെട്ടെന്ന് അടിക്കും. ഇവിടെ നമ്മുടെ ചൂള വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചൂള വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചൂള ഉണ്ട്. ഇപ്പം കുറച്ച് കഴിയുമ്പോൾ പുക വരും. വേണ്ട പോകാനുണ്ട്. വേണ്ട ചൂള വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സെറ്റായി വരുന്നു. ഇനി കായലിലെ കാര്യം കാണിച്ചു തരാം. കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ നമ്മളുടെ സ്ഥലത്തെല്ലാം നല്ല പൂളയുണ്ട്. ഈ ഒരു ചെറിയൊരു ഏരിയ മാത്രമേ നമുക്ക് ഇടാനുള്ള സ്ഥലമുള്ളൂ. അങ്ങോട്ടൊക്കെ നല്ല പൂളയാണ് കിടക്കുന്നത്. വേണ്ട നല്ല പൂള സ്ഥലമാണ്. ഇതൊക്കെ നമ്മളിടിച്ച് കൊണ്ട സ്ഥലമാണ് കിടക്കുന്നത്. ഇപ്പോൾ എത്രത്തോളം മീൻ കിട്ടുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. എന്നാലും ഇവിടുന്ന് എന്തായാലും കരിമീനെ പിടിച്ചിട്ടേ പോകത്തുള്ളൂ. അക്കാര്യം ഉറപ്പാണ്. ഇവിടെ
നമ്മൾ ഉപയോഗിക്കുന്ന ചൂണ്ടയെന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്നത് വണ്ടി കൊണ്ടുണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ പനവടിയുടെ ചൂണ്ട ഉപയോഗിക്കണം. കണ്ടോ, ഇവിടെ പനവടി ചൂണ്ട ചുമ്മാ സെൽഡപ്പ് കടിച്ച് കണ്ണാപ്പിത്തരം കാണിച്ച് സെറ്റപ്പിക്കണ ഒരു ചൂണ്ട. ചേട്ടൻ ഉപയോഗിക്കണം നമ്മൾ അൾട്രലൈറ്റിൻ്റെ ടോപ്പ് പീസ് ഉപയോഗിക്കണം. കണ്ടോ, അപ്പോൾ തീറ്റ ഏകദേശം റെഡി ആയിട്ടുണ്ട്. സ്ട്രോങ്ങായിട്ട് ഇരിക്കണം ചൂണ്ട. ഓക്കെ അല്ലോ, മഞ്ഞപ്പൊടി വേണ്ട. ഓക്കെ, മഞ്ഞപ്പൊടി വേണ്ട. കറക്റ്റാണ് ഇവിടെ, കളറൊക്കെ കറക്റ്റാണ്. നമ്മൾ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നമ്മളെടുക്കണ കൊളുത്തെന്ന് പറഞ്ഞാൽ ഇത് കാണിച്ചാൽ രണ്ടും എടുത്തു. കണ്ട, ഇത് 2 ടൈപ്പ് കൊളുത്തെടുക്കുന്നുണ്ട്. ഈ ബ്ലാക്ക് കൊളുത്താണ് ഏറ്റവും കൂടുതൽ റിസൾട്ടുള്ള കൊളുത്ത്. മറ്റേത് വൈറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല കിട്ടും. മറ്റേതാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും. മീൻ പിടിക്കാൻ പോവാണ്. ചെറിയൊരു തീറ്റ മതി. ഇടുന്നു. കിട്ടിയാ പരല്? അടിപൊളി. ദേ എൻ്റെ പൊന്ന്, പരലല്ല, കുറുവ അടിച്ചിട്ടുണ്ട്. ദേ ഫസ്റ്റ് എടുത്ത് തന്നെ കുറുവ അടിച്ചിട്ടുണ്ട്. അടിപൊളി. നമ്മുടെ തീറ്റയും കൊണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞോണം കേട്ടാ. ഒരിക്കോ കവർ ഒരു മിനിറ്റ്. കുറുവ വലുതല്ല, നല്ല ചെറിയ കറിവ. നമുക്കെന്തായാലും കറിക്കുള്ള കുറവ് കിട്ടും. പടച്ചോ ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് അടുത്ത് നോക്കാം. അടുത്തിടാൻ പോകട്ടെ. മീൻ നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. മീനെ സ്പോട്ട് ചെയ്ത് ഇനിയിപ്പോൾ എന്താ നമുക്ക് മീൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. സെറ്റ് അടുത്തത് അടിച്ച് മോനെ, അടിച്ച് മോനെ. ഇതേ അടുത്തതേ അടുത്ത കുറുവ അല്ലേടാ, കുറുവല്ലേ അതാ? കുറുവ തന്നെ, കുറുവ. വാലയിൽ ഫിംഗറുണ്ട്, അതുകൊണ്ട് കുറുവ. ഒരിക്കോ എല്ലാം ഒറ്റക്കൈയിൽ ചെയ്യണം കേട്ടോ. അതാണ് ഇത്ര ബ്ലറ് വന്നത്. ശരിയില്ലേ? സെറ്റ്. രണ്ടാമത്തത് മീൻ പിടിക്കുമെന്ന് പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ മീൻ പിടിച്ചിരിക്കും. ചില യൂട്യൂബർമാരെ പോലെ നമ്മൾ ഉടായ്പൊന്നും കാണിക്കാറില്ല. 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അടുത്ത കയറ്റ. പോട്ടെ. പോയി അടുത്ത മീൻ പിടിച്ചു വാ. മീനെ സ്പോട്ട് ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ടും മീനാണെന്ന് പിന്നെ സ്ഥിരം കിട്ടിക്കൊണ്ടേയിരിക്കും. തീറ്റ വീണാൽ മതി. നമ്മുടെ തീറ്റയുടെ ഗുണമാണ്, വേറൊന്നുമല്ല. ഈ തീറ്റ ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ വെറും പൊട്ടന്മാരാകുമാർ. മീൻ തീറ്റ ഉപയോഗിച്ച് നോക്കുക. പഞ്ചസാര, മൈദ. അതേ അടുത്തയാടി മോനെ, അടുത്തയാടി വലിപ്പമുള്ളതാണ്. അതെ അടിപൊളി മോനെ. ഞാൻ പറഞ്ഞ നമ്മുടെ തീറ്റയുടെ ഗുണം മനസ്സിലായ? ഇതാണ് തീറ്റയുടെ ഗുണം. മൈദ, മഞ്ഞപ്പൊടി, പഞ്ചസാര. ഇപ്രാവശ്യം കിട്ടി ഇച്ചിരി വലുതുള്ള സാധനം കേട്ടോ.
അവനെ കണ്ട പെട്ടക്കണ പരല് കണ്ട പിടിച്ച് ചാക്കലായിക്കൊണ്ടിരിക്കുക. ചാക്കല്ല, കിറ്റിലായിക്കൊണ്ടിരിക്കുക. മൂന്നെണ്ണം കിടക്കണം. മൈദ 5 രൂപ 10 രൂപ മൈദ, വീട്ടിലേക്കാണ പഞ്ചസാര, മഞ്ഞപ്പൊടി സെറ്റാക്കിയിട്ട് പോര്. എല്ലാവർക്കും മീൻ കിട്ടും ഇവിടെ നിന്നല്ല എവിടെയും കിട്ടും. അടുത്ത നമുക്കൊരു കൊത്തുവനുണ്ട്. തൂക്കിക്കോ മോനെ തൂക്കിക്കോ. ചോദേ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ. കക്കാച്ചോള അടിപൊളി. എൻ്റെ പൊന്ന് വൈബ് സാധനം. ഇതേ അടുത്ത തൂക്കിയിട്ടുണ്ട്. സെറ്റ് കണ്ട മൊത്തം കുറുവായ തൂക്കിക്കൊണ്ടിരിക്കണം ഇപ്രാവശ്യം. മൊത്തം കുറുവ പരല് പരല് പൂവാലി പരല് ഇന്നലെ നേരത്ത് പറഞ്ഞ പോലെ കുറുവ. 4ാമത്തെ. ഓക്കെ, അപ്പം അടുത്ത് നമുക്ക് നോക്കാം. വന്നൊരു 10 മിനിറ്റ് ആയില്ല കേട്ടോ. 10 മിനിറ്റ് നമുക്ക് 4 പരല് കിട്ടിയിട്ടുണ്ട്. അടുത്തിട്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയവും കരിമീൻ അടിച്ചേക്കും. കഴിച്ചാൽ വേറെ ഒന്നുമല്ല, ഇങ്ങനെ പറഞ്ഞ വേറെ ഒന്നുമല്ല. നമുക്കൊരു ഫിഷിങ്ങിന് നിൽക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ. നമ്മളിട്ട ചൂണ്ടയിൽ നമുക്കൊരു മീൻ അടിക്കുമ്പോൾ ഉള്ള ഒരു ത്രില്ലുണ്ടല്ലോ, ആ ഇതിൽ കൊണ്ട് പറഞ്ഞു പോകണത്. വേറെ ഒന്നുമല്ല, നിങ്ങൾ പ്രൊഫഷണലായിട്ടുള്ള ചൂണ്ടക്കാരിൽ കണ്ടിട്ടുള്ള അരിയൊന്നും ഇവിടെ കിട്ടത്തില്ല. പറയാമല്ലോ, നമ്മൾ നാടനായിട്ട് പോകുന്ന ആൾക്കാരാണ്. നാടൻ ചൂണ്ടകളിലാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടുമ്പോൾ എക്സൈറ്റ്മെൻറ്റ് അതിൻ്റെ അകത്തുണ്ടാവും. ഇത് അടിച്ചിട്ടുണ്ട്. അടുത്ത കയറി ഇപ്രാവശ്യം ചെറുതായിപ്പോയി. ഓക്കെ, കുഴപ്പമില്ല. അടുത്ത വരാം. പരല് അടുത്തത് പരല് സെറ്റ്. കിറ്റിനെന്തോ യോഗമുണ്ട് കേട്ടോ. കിടക്കുന്ന സാധനങ്ങളല്ല സെറ്റ്. നമ്മളാരെ പറ്റിച്ചെന്ന് പറഞ്ഞ ചില യൂട്യൂബേഴ്സ് ഉണ്ട്, ഉടായി പണിച്ച് പറഞ്ഞു. അതൊന്നുമില്ല, നമ്മൾ മൊത്തം ലൈവ് കൊടുത്ത് വിടാം. കറക്റ്റ് 6.6 സെക്കൻഡായി മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. മഞ്ഞപ്പൊടി, മൈദ, പഞ്ചസാര. കൊണ്ടുപോണ്ട പൊക്കടാ. പിടിച്ച് കരിമീനാണോ? കരിമീൻ പള്ളത്ത് കരിമീൻ പള്ളത്തി കേട്ടാ. പിന്നെ നമ്മുടെ തീറ്റയിൽ നമ്മുടെ കരിമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഒരിക്കൽ ജസ്റ്റ് ഒരു കുളം നമുക്ക് കിട്ടി മിസ്സായപ്പോൾ തന്നെ കേട്ടോ. അടുത്ത പരൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പെടക്കണതാണ്. ചെല്ല് പറയുന്ന ചത്തമീനെ പിടിക്കുമെന്നൊക്കെ പറയാറുണ്ടായിരിക്കും. പക്ഷേ ഈ സാധനം നമ്മളിപ്പോൾ പിടിച്ച സാധനം. ഒരിക്കടാ പറിച്ചെടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല. നമുക്ക് കറിക്കാനുള്ളതല്ലേ. കൊന്ന പവൻ തിന്നാ തീരും, ഇത്രേ ഉള്ളൂ. നമുക്ക് പെടക്കണ കണ്ടാ. ഇത്ര കാര്യമാണ്. ഞാൻ പറഞ്ഞാ ഞാൻ വന്ന് പറഞ്ഞ മീൻ കിട്ടും, ഉറപ്പാണ്. ബൊക്ക് അടിപൊളി സാധനം. പരല പിടിച്ചേ, നോക്കട്ടെ, കറക്റ്റ് കാണിച്ചേ. പരല് പെങ്കന്മാർക്കുണ്ട് പരല്. സെറ്റ്. മറ്റേ കുറുവ പോലത്തെ. ഞാൻ പറയത്തില്ല, അത് വീഡിയോ കിട്ടാത്തതുകൊണ്ട് ഞാൻ പറയത്തില്ല. അതുകൊണ്ട് കരിമീൻ പള്ളത്തി വീഡിയോ കിട്ടിയില്ല.
കരിമീൻ ഇപ്പം അടിക്കും. എന്തുവാ പാരൽ എൻ്റെ പൊന്ന് കാണിച്ച് നൈസാൻ ഇറ്റെന്ത് എടുത്തോ. കുറുവ അല്ല മറ്റേ ഇതല്ലേ തൂളിയല്ലടത്. ആ എടുത്തോ. തൂളി വലിയ തൂളി വിഴുങ്ങിയടാ അത്. നെക്സ്റ്റ് നമുക്ക് അടുത്ത ഇട്ട് നോക്കാം. കണ്ട എന്തുവാ വരല കരിമീൻ. വലിപ്പം കാണിച്ചടാ. അടുത്തടിച്ചിട്ട് പോയി എൻ്റെ. ആ സെറ്റ് കുഴപ്പമില്ല. കരിമീൻ കണ്ട ഒരു കരിമീൻ വലുത് കിട്ടി. കണ്ട ഇത് അവിടെ നിന്ന് കിട്ടിയ കരിമീൻ. നമുക്ക് ഇത്ര മീൻ കിട്ടി. ഇവിടെ പടക്കം കരിമീൻ കിട്ടണ്ട. നിങ്ങൾ ഈ പറഞ്ഞ സാധനം കിട്ടണ്ട. സംഭവം